السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. ശരി, നമുക്ക് ഇന്ന് 252 ആയത്ത്, ഈ പേജിലെ അവസാന വചനം, രണ്ടാം ജുസ്ഇലെ അവസാനത്തെ ആയത്തിലേക്ക് കടക്കാം. തിൽക ആയാത്തുല്ലാഹി, നോക്കൂ, തിൽക ആയാത്തുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ്. നമുക്ക് അവിടെ ഒന്ന് നിർത്താം. وَإِنَّكَ لَمِنَ الْمُرْسَلِينَ. ഓക്കെ, ഞാൻ ഒന്നിത്തരാം. തിൽക ആയാത്തുല്ലാഹി, തിൽക ആയാത്തുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ്. നത്ലൂഹാ എന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോഴൊക്കെ തിൽക ആയാത്തുല്ലാഹി നത്ലൂഹാ നത്ത് എന്ന് വരാറുണ്ട്. ഈ താ പോലെ വെളിവാക്കേണ്ടതില്ല. താ ആണെങ്കിൽ നമുക്ക് മുഹീത്ത്, ബത്ഷ എന്നൊക്കെ താഇനെ കൽക്കലയോടുകൂടെ വെളിവാക്കേണ്ടി. പക്ഷേ ത അങ്ങനെ വരാൻ പാടില്ല. അത്ത് എന്ന് വേണ്ട. ഖുലിഖത്, നുസിബത്, സുതിഹത്, റുഫിഅത്, ഇത്ര മതി. റുഫിഅത്ത്, നുസിബത്ത്, ഖുലിഖത്ത്, സുതിഹത്ത് എന്ന് പറയരുത്. അതുപോലെ ഇവിടെയും നത്ലൂഹാ അലൈക ബിൽ ഹഖ് എന്നാൽ ഖാഫ് വളരെ കൽക്കലയോടെ വെളിവാവുകയും വേണം. ഓക്കെ, അവിടെ വരെ ഒന്നുകൂടെ ഓതാം. തിൽക ആയാത്തുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് വഇന്നക, മണിക്കണം കേട്ടോ, വഇന്നക ലമിനൽ മുർസലീൻ. ഓക്കെ, കൂടെ ഓതി നോക്കാം. കൂടെ ഓതിക്കോളൂ.
തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് വഇന്നക ലമിനൽ മുർസലീൻ. ഓക്കെ, താലൂത്ത് ജാലൂത്ത് അവർക്കുള്ള ഇബ്തിലാ, പരീക്ഷണം, പരിശോധന, അതിൽ അവരുടെ വിജയപരാജയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പേജിലും സൂചിപ്പിക്കുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കണം. മീമും നൂനും ശബ്ദ വരുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്, അവിടെയൊക്കെ മണിക്കണം. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ എന്നീ ലെറ്ററുകൾ പലയിടത്തായി ചില അക്ഷരങ്ങൾ സുക്കൂനിൽ വരുന്നുണ്ട്. അത് കൽക്കലയോടെ വെളിവാക്കി ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം. അതേപോലെ മദ്ദുകൾ വരുന്നുണ്ട്, മുത്തസിൽ, മുൻഫസിൽ എന്ന മദ്ദുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കൃത്യമായി ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 250 മുതൽ 251 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ കുറച്ച് വചനങ്ങളിലായി അള്ളാഹു വിശദീകരിക്കുന്നത് ഇസ്രായേൽ സമൂഹം ജാലൂത്ത് എന്ന കിരാതനായ, അക്രമിയായ, സ്വേച്ഛാധിപതിയായ, അന്ന് പലസ്തീൻ ഭരിച്ചിരുന്ന, പലസ്തീർക്ക് നേതൃത്വം നൽകിയിരുന്ന ആ രാജാവിനെതിരെ യുദ്ധം ചെയ്യുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ താലൂത്ത് എന്ന അവരുടെ നേതാവിൻ്റെ നേതൃത്വത്തിൽ, അവർക്ക് തന്നെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത താലൂത്തിൻ്റെ നേതൃത്വത്തിൽ അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ അവരുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവർ പോകുന്ന വഴിയിലെ ഒരു പുഴയിൽ, ആ പുഴയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഒരിക്കലും കുടിച്ചു പോകരുത്. അഥവാ കുടിക്കുകയാണെങ്കിൽ തന്നെ ഒരു കയ്യിൽ കൊള്ളുന്ന വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അതല്ലാതെ അതിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ അവർ ആ സൈന്യത്തിൽ തുടരാൻ യോഗ്യതയില്ല. അങ്ങനെ ആ പുഴ കടന്നപ്പോൾ ഏതാണ്ട് വലിയൊരു ഭാഗം ആ സൈന്യത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പിന്നീട് ആ സൈന്യത്തിലുള്ളത് കറകളഞ്ഞ വിശ്വാസികളായ സമൂഹം മാത്രമാണ്. അവർ ജാലൂത്ത് എന്ന് പറയുന്ന ഈ കിരാതനായ ഫലസ്തീനയുടെ നേതാവായ ആ രാജാവുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. അവനും അവൻ്റെ സൈന്യം, ശക്തമായ സൈന്യമുണ്ട്. അന്ന് ഫലസ്തീൻ എന്ന് പറയുന്നത് വളരെ അന്ന് അറിയപ്പെടുന്ന ഒരു ശക്തമായ സാമ്രാജ്യത്വത്തിൻ്റെ ഉടമയാണ് അവരുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ആ രംഗത്തെ പറ്റിയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദിഹി, ജാലൂത്തിനും അവൻ്റെ സൈന്യത്തിനും നേരെ അവർ പോരിന് പുറപ്പെട്ടപ്പോൾ ഖാലൂ, അവർ പറഞ്ഞു, റബ്ബനാ അഫ്രി അലൈനാ സബ്റ, അഥവാ താലൂത്തിൻ്റെ പിന്നിൽ അണിനിരന്ന ആ സത്യവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ. വസബ്ബിത ഖദാമന, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഉൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ, അക്രമികളായ ആളുകൾക്കെതിരെയാണ് ഞങ്ങൾ പടപുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ സൈന്യത്തെ നീ വിജയിപ്പിക്കണം. സത്യനിഷേധികൾക്കെതിരെ ഈ സത്യവിശ്വാസികളായ വളരെ കുറഞ്ഞ ഈ ഒരു സൈന്യത്തെ നീ വിജയിപ്പിക്കണം എന്ന് റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുകയാണ്. 3 കാര്യമാണ് ഈ പ്രാർത്ഥനയിൽ. ഒന്ന്, ക്ഷമ ധാരാളമായി ഞങ്ങൾക്ക് തരണം. പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ
ഇങ്ങനെയുള്ള വൻ വിപത്തുകളെ നേരിടേണ്ടി വരുമ്പോൾ ഒരു വിശ്വാസി സ്വാഭാവികമായും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. ക്ഷമയാണ് ആ സന്ദർഭത്തിൽ ധാരാളമായി ആവശ്യമുള്ളത്. പിന്നെ ഏത് പ്രതിസന്ധികളെ നേരിടുവാൻ കരുത്തുണ്ടാവണം. ഒരിക്കലും പിന്തിരിഞ്ഞോടാൻ പാടില്ല. സബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം. സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പുറപ്പെടുകയാണ്. അങ്ങനെ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അവർ ശത്രുക്കളെ പരാജയപ്പെടുത്തി. ഏറ്റവും വലിയ കിരാതനായ അക്രമിയായ ആ ജാലൂത്തിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ സൈന്യത്തെ എണ്ണത്തിൽ കുറവാണെങ്കിലും വിശ്വാസത്തിലും ശക്തിയിലും മറ്റെല്ലാം കൊണ്ട് ശക്തരായ വിശ്വാസികളായ സമൂഹം അവരെ നേരിട്ടു, അവരെ പരാജയപ്പെടുത്തി. എണ്ണത്തിലുള്ള ശക്തിയല്ല, പക്ഷേ വണ്ണത്തിലുള്ള ശക്തി കൊണ്ട്, വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അവർ പരാജയപ്പെടുത്തി. വഖത്തല ദാവൂദ് ജാലൂത്ത, ആ സൈന്യത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, വഖത്തല ദാവൂദ് ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. അന്ന് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രവാചകനായിട്ടില്ല, പക്ഷേ ഇസ്രായേൽ സമൂഹത്തിലെ മുൻനിരയിലുണ്ടായിരുന്ന ആളായിരുന്നു ദാവൂദ്. വഖത്തല ദാവൂദ് ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. വാത്താഹുല്ലാഹുൽ മുൽക്ക്, ബൈബിളിൻ്റെ വിശദീകരണ പ്രകാരം ഒരു കല്ലുകൊണ്ടാണ് ദാവൂദ് അദ്ദേഹത്തെ കൊന്നത് എന്നാണ്. ആ കല്ല് താലൂത്തിൻ്റെ നെറ്റിയിൽ ചെന്ന് പതിക്കുകയും അങ്ങനെ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു. താലൂത്ത് കൊല്ലപ്പെട്ടപ്പോൾ താലൂത്തിൻ്റെ കൂടെയുള്ള സൈന്യങ്ങളൊക്കെ ചിതറി ഓടിയെന്നാണ് ബൈബിൾ പറയുന്നത്. ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ജാലൂത്തിനെ കൊന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ദാവൂദിൻ്റെ കൈകളാലാണ് ജാലൂത്ത് എന്ന കിരാതനായ അക്രമിയായ രാജാവ് കൊല്ലപ്പെട്ടത്. അങ്ങനെ വാത്താഹുല്ലാഹുൽ മുൽക്ക്, അള്ളാഹു അദ്ദേഹത്തിന് രാജാധിപത്യം നൽകി. വൽ ഹിക്മത്ത, തത്വജ്ഞാനം നൽകി. വഅല്ലമഹു മിമ്മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് ധാരാളം അറിവുകളും അദ്ദേഹത്തിന് നൽകി. താലൂത്തിൻ്റെ മരണശേഷം പിന്നീട് പലസ്തീനിൻ്റെ രാജാവായി അവരോധിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അങ്ങനെ രാജാവായതിനു ശേഷമാണ് അദ്ദേഹത്തിന് നുബൂവത്ത് അഥവാ പ്രവാചകത്വം കിട്ടിയത് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകളും ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആതാഹുല്ലാഹുൽ മുൽക്ക്, അദ്ദേഹത്തിന് അള്ളാഹു രാജാധിപത്യം നൽകി. ആ ക്രമത്തിൽ തന്നെയാണ് അള്ളാഹു പറയുന്നത് വൽ ഹിക്മത്ത, പിന്നീട് ഹിക്മത്തും നൽകി. ആ ഹിക്മത്തിൽ നുബൂവത്തും ഉൾപ്പെടും എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകൾ പറയുന്നത്. വഅല്ലമഹു മിമ്മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ അവൻ പഠിപ്പിച്ചു കൊടുത്തു. അതിൽ ഈ പടയങ്കി ഉണ്ടാക്കുവാനുള്ള വിദ്യ, ഇരുമ്പിൽ നിന്ന് പലതരത്തിലുള്ള ആയുധങ്ങളും നിർമ്മിക്കുവാനുള്ള വിദ്യ, അങ്ങനെ നല്ലൊരു കൊല്ലപ്പണിക്കാരൻ കൂടിയായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇരുമ്പ് ഉരുക്കിയിൽ നിന്ന് അതിൽ നിന്നുള്ള പല ആയുധങ്ങളും ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷികളുമായി സംസാരിക്കുവാനുള്ള കഴിവ്, അങ്ങനെ പല കഴിവുകളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض, അള്ളാഹു ചിലരെ കൊണ്ട് തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർള്, ഈ ഭൂമിയിലാകെ കുഴപ്പമുണ്ടാകുമായിരുന്നു. ഇതൊരു വലിയ പ്രപഞ്ച സത്യം അള്ളാഹുവിടെ പറയുകയാണ്. ഈ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചൊരു സത്യമാണത്. ഏക്കാലത്തും ഏത് കിരാതനായ ഭരണാധികാരിയാണെങ്കിലും ഏത് സ്വേച്ഛാധിപതികളായ ഭരണകൂടമാണെങ്കിലും അവർക്ക് ഏറെക്കാലം ഈ ഭൂമിയിൽ ഇങ്ങനെ ഫസാദുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. വേറെ ചില ആളുകളെ കൊണ്ട് അള്ളാഹു അവരെ പരാജയപ്പെടുത്തും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ
പള്ളികളും ജൂതമഠങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഒക്കെ തകർക്കപ്പെടുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅ്ദുഹും ബിബഅ്ദിൻ, ജനങ്ങളിൽ ചിലരെ കൊണ്ട് അള്ളാഹു തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഫസദത്തിൽ അർളു, ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ ഇവിടെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ളൊരു സംവിധാനം അള്ളാഹുവിടെ ഏർപ്പെടുത്തിയത് കൊണ്ടാണ്. ഒരു കിരാതനായ ഭരണാധികാരി വരുമ്പോൾ അയാളെ നേരിടുവാൻ വേറൊരാൾ അള്ളാഹു നിശ്ചയിക്കും. വലാകിന്ന അല്ലാഹ ദു ഫളിൻ അലൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് ഏറെ ഔദാര്യം നൽകുന്നവനാകുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യം ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് ഇങ്ങനെ നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. തിൽക ആയാത്തുല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. നത്ലൂഹ അലൈക ബിൽ ഹഖ്, തീർച്ചയായും താങ്കൾക്ക് ഇത് ഞാൻ സത്യപ്രകാരം വിവരിച്ചു തരികയാണ്. വലഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ മുർസലുകളിൽ പെട്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രായേൽ സമൂഹത്തിൽ സംഭവിച്ച ഈ സംഭവങ്ങൾ, ഈ ചരിത്രങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നതായിരുന്നില്ല. അതൊക്കെ ഇത്രയും വിശദമായി, ഇത്രയും കൃത്യമായി താങ്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതുകൊണ്ടാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഒരാൾ പറയണമെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.